മറ്റ് സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം അതിന്റെ 18 വാക്യം. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് നൽകുന്ന അധികാരം എന്ന് പറയുന്നത് അത് നമ്മുടെ അവകാശമാണ്, അവകാശത്തിന്റെ അധികാരം. ഈ അധികാരം ഭൂമിയിൽ ഒരു മനുഷ്യനല്ല നമ്മളെ ഏൽപ്പിക്കുന്നത്. സാക്ഷാൽ സൃഷ്ടാവായി ദൈവം നമുക്ക് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരവകാശമാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന അധികാരം എന്ന് പറയുന്നത്. പ്രൈസലോ, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ, സകലവും ത്യജിച്ചിട്ട് വർജനം ചെയ്തിട്ട് അവന്റെ ക്രൂശിലെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് ഈ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ അധികാരത്തെ ദൈവം നിങ്ങളുടെ മേൽ പകരും. യഥാർത്ഥത്തിൽ ആ ക്രൂശ് അനുഗമിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഈ അധികാരത്തെ ചോദിച്ചു വാങ്ങാൻ കഴിയും. രക്തം ചെയ്യാൻ, പിശാചുക്കളോട് അമ്മയോട് പോരാടി ജയിപ്പാൻ, പിശാചുക്കളെ എതിർത്ത് നിൽപ്പാൻ ഈ അധികാരം നമുക്ക് ആവശ്യമാണ്. പിശാചുക്കളെ അധികാരത്തോടു കൂടി ആമി തുരത്തി ഓടിക്കുവാൻ കഴിയണമെങ്കിലും ഈ അധികാരം നമുക്ക് ആവശ്യമാണ്. പ്രൈസ്. പല ദൈവഭക്തന്മാരെയും ദൈവദാസിദാസന്മാരെ പ്രത്യേകിച്ച് വിശ്വാസികൾക്കും അവരെല്ലാം ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഓരോ ശുശ്രൂഷയ്ക്കകത്തും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഭൂതബാന്ധരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ആയിരങ്ങളൊന്നുമില്ല, എന്നാലും പലതും ഭൂതകളകും. എന്തുകൊണ്ടാണ് ഈ ഭൂതകളകുന്നത്? ദൈവം തന്ന അധികാരത്തെ വിശുദ്ധിയോടെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ വീണ്ടെടുക്കപ്പെട്ട പല ദൈവമക്കളുടെയും അന്തർഭാഗത്ത് സാത്താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ലേ, അവരിടം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ദൈവിക അധികാരം നഷ്ടപ്പെട്ടു. ദൈവിക അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ മേൽ ഒരു സാത്താനും പ്രവർത്തിക്കുന്നത്, നിനക്ക് ഭൂതമേ ഇളകത്തില്ല. ദൈവിക അധികാരം ഇല്ലാതെ പോയതുകൊണ്ടാണ് നീ ഭൂതത്തെ കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പം ഭൂതത്തെ അധികാരത്തോടെ ശാസിക്കുവാനും അവയെ തുരത്തി ഓടിക്കുവാനാണ് ദൈവം നമുക്ക് ഈ അധികാരം തരുന്നത്. ഹല്ലേലൂയ. ഈ അധികാരം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സ്വീകരിക്കണം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവിക അധികാരം നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം, ഹല്ലേലൂയ, നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അധികാരം എന്താണെന്ന് നിങ്ങൾ ആദ്യമായിട്ട് അറിയണം. പ്രൈസ്. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ പറയട്ടെ, മറ്റ് ജനങ്ങൾ കേൾക്കുന്നവരോടും പറയട്ടെ, ദൈവമാണ് സകല മനുഷ്യർക്കും അധികാരം തരുന്നത്. ഈ അധികാരം എന്താണെന്ന് അറിയണം. ഈ അധികാരം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം അതിന്റെ 12 വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം. അപ്പൊ ആദ്യം നമ്മൾ അവന്റെ മക്കളായി മാറണം. പ്രൈസ്. അവന്റെ മക്കളായി മാറുവാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ജനിച്ചവരാണ്. ആമി പാപജടത്തിൽ ജനിച്ചവരാണ്, അകൃത്യത്തിൽ ഉരുവായവരാണ്. നിങ്ങളുടെ ജന്മപാപമടക്കം അനേക പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നതുകൊണ്ട് പിതാക്കന്മാർ ചെയ്തു വെച്ച അകൃത്യങ്ങൾ 3ാം തലമുറയും 4ാം തലമുറയും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാപത്തിന് അധീനമായ ശരീരത്തിൽ ജീവിക്കുന്ന താങ്കൾക്ക് ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ഹല്ലേലൂയ, ഒരുവൻ പാപിയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് തന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന, പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്ന, പാപത്തിന് ശുദ്ധീകരണം നൽകുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. പ്രൈസലോ. പാപങ്ങൾ യേശുവിനോട് വേണം ഏറ്റു പറയുവാൻ. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചുരയപ്പെട്ട ആ കാൽവരി ക്രൂശിലെ രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി നമ്മൾ ദൈവത്തിന്റെ മകനായി മകളായി മാറണം. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മളെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവ കുടുംബത്തിന്റെ അവകാശികളായി മക്കളായി മാറുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അല്ലേ? അപ്പൊ താങ്കൾ ദൈവത്തിന്റെ മകനാണോ മകളാണോ ഇല്ലയോ എന്നുള്ള ആദ്യം തിരിച്ചറിയണം. ദൈവത്തിന്റെ മകനാണോ മകളാണെങ്കിൽ സ്വർഗീയ അധികാരം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. അല്ല, നിങ്ങൾ ഇന്ന് ലോകപ്രകാരം ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു പ്രാകൃതനായിട്ട് ജഡികനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവിക അധികാരം പ്രാപിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി സ്നേഹിത, ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം സുഭിക്ഷമായി സുരക്ഷിതമായി നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ അധികാരം ആവശ്യമാണ്. താങ്കൾ പാപിയായ മനുഷ്യനാ. താങ്കൾ ഒരിക്കലും പാപിയല്ല എന്ന് താങ്കൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. താങ്കൾ ഒരുപാട് വിശുദ്ധിയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു നിൽക്കുന്നവനായിരിക്കും. താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ട് ഞാൻ ആരോട് തെറ്റും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞൊഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വ്യക്തികൾ പോലും പാപിയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജനനം തന്നെ പാപത്തിന്റെ അനുഭവത്തിലൂടെയാണ്. അല്ലേ? അങ്ങനെ നിങ്ങൾ പാപിയായി ജനിച്ച മനുഷ്യൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അതിന് നിങ്ങൾ വീണ്ടും ജനിക്കണം. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം. ആ വീണ്ടും ജനനം തരാൻ വേണ്ടി മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് ദൈവത്തിന് മകനായി മകളാക്കി മാറ്റിയെടുത്ത് അധികാരം തരാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2025 വർഷം മുമ്പ് സ്വർഗ മഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പരമയാഗമായി മാറി 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവൻ ആമീൻ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്ന ഒരു വാഗ്ദത്തമാണ് ദൈവിക അധികാരം എന്ന് പറയുന്നത്. ഈ അധികാരം താങ്കൾക്കുണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. ക്രൈസ്തവനെന്ന പേര് കിട്ടിയതുകൊണ്ടോ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നതുകൊണ്ടോ താങ്കൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ, കുമ്പസാരിച്ചതുകൊണ്ടോ, എല്ലാ ദിവസവും പള്ളിയിൽ പോയി ആരാധന കൊടുത്തുകൊണ്ടോ, അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ, എല്ലാ ദിവസവും താങ്കൾ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടോ, മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ടോ താങ്കൾ ഒരിക്കലും ഒരു ദൈവത്തിന്റെ മകനായി മകളായി മാറുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനായി മകളായി മാറണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അതാണ് യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നത്. അവൻ വാഗ്ദത്തമായി പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കുമെന്ന്. അത് കർത്താവ് നമ്മളെ കൈക്കൊള്ളണം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ അധികാരത്തിന് കീഴിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊരു പോലീസ് സ്റ്റേഷനുണ്ട്. നമ്മൾ താമസിക്കുന്ന വില്ലേജ് ആകട്ടെ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, നാം നിൽക്കുന്ന സ്ഥലത്ത് നാം താമസിക്കുന്നതിനിടയിൽ നമുക്കൊരു പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ അധികാരികളുണ്ട്. ആ അധികാരികളെ പോലീസ് സ്റ്റേഷനെ നിയന്ത്രിച്ച ആ ദേശത്തെ നിയന്ത്രിക്കുന്നതോളം കാലം നാം അവരുടെ അധികാരത്തിന്റെ കീഴിൽ നിൽക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അധികാരം ലംഘിച്ചാൽ അവർ നമ്മെ ചോദ്യം ചെയ്യാൻ, അവർ നമ്മെ പിടിച്ചു എന്ന് വരാം. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ഭൂമി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനായി മാറി നിങ്ങൾ സ്വർഗീയ പരമാധികാരത്തിന് കീഴിലാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് സ്വന്തം നന്മയ്ക്ക് വേണ്ടി സ്വന്തം ഹിതത്തിന് വേണ്ടി ജീവിച്ച് ഈ ഭൂമിയിൽ പക്ഷെ ഒരു കാലഘട്ടം വരെ താങ്കൾക്ക് സുഖലൂരവനായി കഴിയാം. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ നമ്മൾ വായിച്ചു അതിന് യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഈ അധികാരം നൽകപ്പെട്ടത്? എന്നിട്ട് യേശു പറയും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഈ പ്രമാണിപ്പാതകൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളിൽ ശിഷ്യരാക്കിക്കൊള്ളും. സുവിശേഷം ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി പറയുവാൻ ജാതികളാൽ ദേശം നിറയപ്പെട്ട് മലിനമായി സുവിശേഷം വിരോധമായി അക്രമധാരികൾ തൂക്കധാരികൾ എഴുന്നേൽക്കുമ്പോൾ കുറുവടിയുമായി വടിവാളുമായി പലരും എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ ഈ അധികാരം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ അധികാരമൊക്കെ തരുന്നത്. ഹല്ലേലൂയ. ഇത് യേശുക്രിസ്തുവിന്റെ അന്ത്യനിയോഗം ഹല്ലേലൂയ അല്ലെങ്കിൽ മഹാനിയോഗം എന്നൊക്കെയാണ് ഈ ഭാഗത്തെ പറയുന്നത്. എന്തുകൊണ്ട് ഈ സംഭവം യെരുശലേമിൽ നടന്നതാണ്. ഇതിനെ കർത്താവിന്റെ അന്ത്യനിയോഗം അല്ലെങ്കിൽ മഹാനിയോഗം എന്ന് വിളിക്കുന്നു. 4 സുവിശേഷങ്ങളും വ്യത്യസ്തമായ നിലകളിൽ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ശിഷ്യന്മാരുമായി ഈ അന്ത്യ കൂടിക്കാഴ്ച രാത്രി മുഴുവൻ നീണ്ടു നിന്നു എന്നുള്ളതാണ്. പ്രഭാതമായപ്പോൾ അവൻ കിദ്രോൻ തോട് കടന്ന് ഗെത്സമന തോട്ടത്തിലൂടെ ഒരു മലയിലെത്തി.
ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയും ഉപദേശം നൽകുകയും ചെയ്തുവെന്ന് ഈ ഭാഗത്തൊന്ന് പഠിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരത്തിന്റെ സന്നിധി നിൽക്കുവാനല്ല നീ ആഗ്രഹിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരമാണ് നിനക്ക്. അപ്പൊ സ്വർഗീയ ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെന്റ്. ഇവിടെയുള്ളതെല്ലാം കരിപുരണ്ടതും കറപുരണ്ടതും കളവ് പറ്റിയതും പലരും പീഡന കേസിൽ പിടിക്കപ്പെട്ടതും പീഡന കേസിൽ ശിക്ഷ അനുഭവിക്കും, പീഡന കേസിൽ ജയിലിൽ കിടക്കുന്നതും, പീഡന കേസിൽ ഇന്നും ജാമ്യം കിട്ടാതെ കിടക്കുന്നതും അല്ലേലിയ പീഡനകളുടെ പരമ്പരകളുള്ളവരും അഴിമതിക്കാരും കൈക്കൂലിക്കാരും ഒക്കെയാണ് ഇവിടുത്തെ സകല അധികാര വർഗങ്ങളും. ദൈവ്യാഗ്രഹവും അത്യാഗ്രഹവും ജാതീയ സ്പർദ്ധയും വർഗീയതയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടുത്തെ അധികാരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് അങ്ങനെ യാതൊരുവിധ വ്യത്യാസവുമില്ല. നമ്മുടെ കർത്താവിന്റെ അധികാരമാണ് പരിപൂർണമായ തേജസ്സുള്ള, വിശുദ്ധിയുള്ള, സന്തോഷമുള്ള, സാന്നിധ്യമുള്ള, ദൈവപ്രഭയുള്ള അധികാരം കർത്താവിന്റെ അധികാരമാണ്. പ്രേസലോ. അപ്പൊ നമ്മൾ ദൈവിക അധികാരത്തിന് കീഴിലാണെങ്കിൽ നമ്മൾ സൗമ്യനായ വ്യക്തിയായിരിക്കും. പ്രേസലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവിക അധികാരത്തിന് കീഴിലാണെങ്കിൽ നീ ഒരു സൗമ്യതയുള്ളവളായിരിക്കും, നീ സൗമ്യതയുള്ളവനായിരിക്കും. പ്രേസലോ. അതുകൊണ്ടാണ് യേശു നമ്മെ പഠിപ്പിച്ചത്, ഹല്ലേലൂയ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, ഹല്ലേലൂയ, സ്വർഗത്തെക്കാൾ ഉയർന്നവൻ, ഹല്ലേലൂയ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ അതിന് മുകളിലോട്ടൊരു സമത്വമൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ സകലത്തിന്മേലും ഉന്നതനായിരിക്കുന്ന യേശു ഈ ഭൂമിയിൽ വന്ന അധികാരത്തോടുകൂടി ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. ആ അധികാരത്തോടുകൂടി ഈ ഭൂമി വന്ന കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. മത്തായി 28 കാണാൻ കഴിയും. അപ്പോൾ അധികാരം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സൗമ്യനായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമിയിലെ അധികാരമുള്ളവന്റെ സൗമ്യത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ വാളും വടിയും അവൻ ആയുധങ്ങളുമായിട്ട് നടക്കുന്ന എന്തോ അധികാരമുണ്ടെന്ന് പറഞ്ഞ. ഹല്ലേലൂയ. ദൈവമക്കളിൽ നിന്ന് മാറി വന്ന ദൈവത്തിന്റെ അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മഹാനിയോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്തോത്രം. ഈ മഹാനിയോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? അതിനെക്കുറിച്ച് വേദവസം പഠിക്കും. കർത്താവ് 12 അയക്കുമ്പോൾ യഹൂദന്മാരുടെ സുവിശേഷം അറിയിക്കാനാണ് കൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സകല ജാതികളോട് സുവിശേഷം അറിയിക്കുവാനും വിശ്വസിക്കുവാൻ ഉപദേശം നൽകുവാൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നും യേശു അവർക്ക് അധികാരം കൊടുക്കുക. ഹല്ലേലൂയ. യേശു യഹൂദന്മാരോടാണ് സുവിശേഷം അറിയിക്കാൻ വന്നു എന്ന് പറഞ്ഞെങ്കിലും ശിഷ്യന്മാരോട് കൽപ്പിച്ചെങ്കിലും ഇവിടെ പറയുന്ന അന്ത്യയോഗത്തിൽ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. അവരോട് സുവിശേഷം പറയണം, മാനസാന്തരത്തെ കുറിച്ച് അവരോട് പറയണം, നിത്യജീവനെ കുറിച്ച് പറയണം, ആമേൻ, ദൈവിക സമാധാനത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് നമ്മൾ പറയണം. പാപബോധം അവന്റെ ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ശുശ്രൂഷയ്ക്കകത്ത് പാപത്തിന്റെ ബോധവും പാപബോധവും ഒന്നുമില്ല. എല്ലാവരുടെയും ശുശ്രൂഷയ്ക്കകത്ത് പണത്തെക്കുറിച്ച് വലിയ ബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ ജനം മാനസാന്തരപ്പെടാത്തത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിൽ വായിക്കും മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 10-ാം അധ്യായം വരുമ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം അല്ലേ. 10-ാം അനന്തരം 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ വ്യാധിയും പൊറിപ്പിപ്പാനും ഹല്ലേലൂയ അവർക്ക് അധികാരം കൊടുത്തു. എന്തിനാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചത്? ഹല്ലേലൂയ, സകലവിധ ധീരവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം അശുദ്ധാത്മാക്കളെ പുറത്താക്കാനാണ്. സകല വ്യാധിയും നീക്കി സകല ധീരക്കാരെ നീക്കുവാനുള്ള രോഗികൾ നമ്മളുടെ അധികാരം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് ആരുടെയും രോഗിയെങ്കിലും സൗഖ്യം പ്രാപിക്കുന്നുണ്ടോ? ഒരു രോഗി പോലും സൗഖ്യം പ്രാപിക്കുന്നില്ല. പിന്നെ മുമ്പേ അവരുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ പോയി കണ്ടു കേട്ടറിഞ്ഞ് ദൂതന്മാരെയൊക്കെ വിട്ട് അത് പഠിച്ച് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പലരും ഇന്ന് അധികാരം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഞങ്ങൾ തന്നെ സ്വയം ബുദ്ധിയാ, ഞങ്ങൾക്ക് സ്വന്തം ഇങ്ങോട്ട് പൊട്ടി വന്നാന്നാ പറയുന്നത്. നേരത്തെ വിട്ടുപോയി. നേരത്തെ നിങ്ങളുടെ വീടുകളെ കുറിച്ച് നന്നായിട്ട് സൂക്ഷ്മ പരീക്ഷണം, നല്ലൊരു അന്വേഷണമൊക്കെ നടത്തും. നിങ്ങളുടെ സ്ഥിതി വിവരങ്ങളൊക്കെ നേരത്തെ ചോദിച്ചറിഞ്ഞിട്ട് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ ചെവി ഇത് മന്ത്രിക്കും. അദ്ദേഹം ശുശ്രൂഷയെ വിളിച്ചു പറയും. ഹല്ലേലൂയ. ഇപ്പൊ എനിക്കിവിടെ ഒന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കുറച്ച് പേര് വിളിച്ചു പറയാം. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന, എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന അനവധി ആളുകളുടെ വിഷയം എനിക്കറിയാം. എനിക്ക് വേണ്ട ഇവിടെ ഒന്ന് നിങ്ങളുടെ പേര് വിളിച്ചു പറയാം. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വ്യക്തി മാത്രമേ ആ പേരറിയുന്നുള്ളൂ. പക്ഷെ പുറത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് അറിയില്ല. അപ്പൊ നിങ്ങൾ ഭാഷ ഭയങ്കര വെളിപ്പാടുള്ളവനാ.
ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ചില വ്യക്തികളുടെ പേര് വെളിപ്പെടുത്തും. യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ നിൽക്കുന്ന, അധികാരത്തിൽ നിൽക്കുന്ന, ദൈവിക അധികാരത്തിൽ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന, ദൈവ്യാഗ്രഹമില്ലാത്ത, അഴിമതിയില്ലാത്ത, കരിജത്തിയില്ലാത്ത, അധികാരമോഹമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധികാരമോഹമില്ലാത്ത, മ്ലേച്ഛ ജീവിതം നയിക്കാത്ത, ജഡത്തിന്റെ പ്രവൃത്തിയിൽ ജീവിക്കാത്ത, ആത്മാവിന്റെ ഫലമുള്ളവൻ, ആത്മാവിന്റെ സ്വഭാവമുള്ളവൻ, വീണ്ടെടുക്കപ്പെട്ടവൻ, പാപത്തിന് പരിഹാരം വരുത്തിയവൻ, ദൈവത്തിന്റെ മകനായി മാറിയവൻ, ദൈവത്തിന്റെ മകളായി മാറിയവൻ, ഈ ലോകമോഹങ്ങൾക്ക് വിധേയപ്പെടാത്ത, തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം ജനത്തിന് ദൈവം അധികാരം കൊടുക്കും. അവർ സത്യത്തിൽ ദൈവവചനം വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ക്ഷേമപുരം നേരത്തെ ഒന്ന് അറിഞ്ഞില്ലെങ്കിലും പേര് വിളിച്ച് നിന്റെ ജീവിതകാര്യം പറയും. അങ്ങനെയുള്ള ശ്രേഷ്ഠ ശുശ്രൂഷകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ദൈവദാസന്മാരെ എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മളിത് വിവേചിച്ചറിയണം. ഹല്ലേലൂയ. അതിനാണ് നമുക്ക് ദൈവം വിവേചന വരത്തെ തരുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവേചന വരവൊന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ആളുകളൊക്കെ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തെല്ലാം ചെല്ലുന്ന അനവധി വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ. എവിടെയുണ്ടോ അവിടോട്ട് ഓടി ചെല്ലും. അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടൊന്നുമില്ല. ഇങ്ങനെ കഴിഞ്ഞു കിടക്കുന്ന കാളകളെ പോലെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അന്ത്യനിയോഗമുണ്ടല്ലോ, മഹാനിയോഗം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമുണ്ടല്ലോ, അധികാരം. അതിനെ നീ പ്രാപിച്ചാൽ നിന്റെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെടും. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് പരാജയങ്ങൾ, നിന്റെ കുടുംബത്തിൽ കണനീരല്ലേ? നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നുണ്ടോ? നിന്റെ മക്കൾക്ക് നിന്നെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് നിന്റെ മക്കൾ നിന്നെ വെറുക്കുന്നു? നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ടതായത് എന്തുകൊണ്ടാണ്? അപ്പനമ്മമാർക്ക് മക്കളോട് ഇറച്ചു വന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിൽ കലഹം വന്നത്. എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, ഇന്ന് നീ കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ നീ തിരിച്ചറിഞ്ഞാൽ, അവയെ നീ നികത്തി മടങ്ങി വന്നാൽ, നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരാ. നീ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും, നീ നേരെ നടക്കുന്നുണ്ടെങ്കിലും നേരെ ജീവിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ സങ്കടങ്ങൾ നീ കാണിക്കാതെ നീ ഉള്ളിലൊതുക്കി നീ പുറത്ത് ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നിന്റെ അകത്ത് വളരെ സങ്കടമാണ്. നീ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ചില വ്യക്തികളോട് പറയുന്ന ദൂത്, നിന്റെ ഹൃദയത്തിൽ നാളുകളായി അടക്കാനാവാത്ത സങ്കടത്താൽ നീ കടന്നു പോകുന്ന ചില സാഹചര്യമുണ്ട്. എല്ലാവരാലും തള്ളപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ആരുടെ സഹായമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ള ദൂത്, ഹല്ലേലൂയ. നീ ലോകത്തിന്റെ എല്ലാ ചിന്തകളും വെടിഞ്ഞിട്ട് നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് യേശുവിന്റെ ഹൃദയം കൊടുത്തിട്ട് ദൈവത്തിന്റെ മകനായി മകളായി മാറിക്കൊണ്ട് നീ ആ പരമാധികാരം ഏറ്റെടുത്താൽ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം യേശു തരും. രക്തജയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന അധികാരം തരുവാൻ കഴിയുന്നവൻ ജീവനുള്ള ദൈവമാ. നീ ജീവനുള്ള ദൈവത്തെ ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിന്റെ പദത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരോട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തന്ന അധികാരത്തെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ കാണുന്നത്, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരും, 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. എന്തിനാണ് നമുക്ക് ഈ അധികാരം? നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അധികാരം വെളിപ്പെടണം. മാത്രമല്ല ശുശ്രൂഷയിൽ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചത്. ഭൂതം ഉള്ളത് കൊണ്ടാണല്ലോ ദൈവം നമ്മൾക്ക് ഭൂതങ്ങളെ മേൽ അധികാരം തന്നിരിക്കുന്നത്. ഭൂമിയിലെ സകല ജനങ്ങളും ഭൂതബാധിതരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും. നിങ്ങൾ പറയും എനിക്ക് ഭൂതമില്ലെന്ന്. നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഭൂതം വരുന്നത്, വെളിപ്പെടുന്നത്. ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്, സഹോദരൻ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഭൂതമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അവരെന്നോട് വളരെ കോപത്തോടെ സംസാരിക്കും.
കാരണം ഞാൻ ഭൂതമുണ്ടെന്ന് പറയാൻ കാരണം അവരുടെ ഇടപെടിയിൽ അവരുടെ വാക്കുകൾ, പ്രവൃത്തി, അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നമുക്കറിയാം ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തോ ഒരു കരിഭൂതം ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാം. അല്ലേ? ചിലരോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ടിട്ടില്ലേ? അല്ലേലിയ. അപ്പം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ നാം പുറത്താക്കുവാൻ ദൈവം നമുക്ക് അധികാരം തരുന്നു. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം കേട്ടോ. കാലം ഇനി അധികമില്ല നിനക്ക്. അല്ലേലിയ. നിന്റെ ജീവിതത്തിന്റെ പര്യവസാന വേളയിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2026 എന്ന് പറയുന്ന ഒരു വർഷം വന്നപ്പോൾ നിന്റെ വയസ്സൊന്നുകൂടെ കൂടി നിന്റെ ആയുസ് കുറഞ്ഞ് നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ അടുത്ത നിമിഷം ഏത് സമയമാണ് നിന്റെ മരണം സംഭവിക്കുന്നത്, ഈ ലോകം വിട്ടു പോകുന്നതിനൊക്കെ അറിയാത്തത് കൊണ്ട് ഈ ഭൂമി ജീവിക്കുമ്പോൾ നിന്റെ പാപത്തിന്റെ കറകൾക്ക് നീ പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ചു ദൈവിക അധികാരത്തിന് കീഴുള്ളവനായി, അല്ലേരിയ ദൈവ അധികാരത്തിന് കീഴുള്ളവളായി മാറണം. പ്രൈസോ. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അല്ലേരിയ ഏത് പ്രതികൂലത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും. ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ പരാജയപ്പെടും. അല്ലേരിയ. അപ്പൊ എന്താണ് അല്ലേരിയ? സോദരൻ അവൻ യേശുവിന്റെ കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ട അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ദൈവം നമുക്ക് അധികാരം തന്നു. 12 പേർക്ക് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്ത് അധികാരം ദൈവം നമുക്ക് തരികയാണ്. അത് ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. നിന്റെ ജീവിതത്തിനകത്ത് നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളില് അല്ലേരിയ, നീ കടന്നു പോകുന്ന പ്രവൃത്തി മേഖലയിൽ, നിന്റെ ജോലി മേഖലയിൽ നിനക്ക് എത്രമാത്രം സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുവാനും നിനക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. അല്ലേരിയ. നീ എല്ലാ നിലയിലും നിരാശപ്പെട്ടവളാ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് നിരാശയുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിക്കുന്നുണ്ട്. പരസ്പരം സ്നേഹം കിട്ടാതെ നീ വളരെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പിതാക്കന്മാരുടെ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. പിതാക്കന്മാർ ചെയ്തു വെച്ച പാപങ്ങൾ നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ആ പാപത്തിൽ നീ മോചനം പ്രാപിക്കാത്തതുകൊണ്ട്, ആ പാപത്തിൽ നീ വിടുതൽ പ്രാപിക്കാത്തതുകൊണ്ട് ഇന്നും സാത്താൻ നിന്റെ മേൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേരിയ. സാത്താൻ നിന്റെ മേൽ ആധിപത്യം പുലർത്തും. പിശാചുക്കൾ നിന്റെ മേൽ ആധിപത്യം പുലർത്തും. ദുർഭൂതങ്ങൾ നിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, ദുർഭൂത ശക്തികൾക്ക് നിന്റെ ഹൃദയത്തെ നീ കൊടുത്തത് കൊണ്ട് അല്ലേരിയ, നിനക്കൊരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. അല്ലേരിയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസലോ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ലെന്ന് മോശ പറഞ്ഞതുപോലെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിന്റെ സകല കഷ്ടങ്ങളും ദൈവം നീക്കിക്കളയും. നീ സ്വയമായിട്ട് അധികാരമുള്ളവനായിരിക്കണം. എന്തധികാരം? സ്വർഗത്തിലെ ദൈവം തന്ന അധികാരം. അതുകൊണ്ടാണ് യേശു അടുത്തത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അധികാരത്തിന് കീഴിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവരോടുകൂടെ ഇരിക്കണം. പ്രൈസ്. ദൈവത്തോടു കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തെ നമ്മൾ വിടണം. അല്ലേലിയ. ലോകത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം ഒന്ന് വിടണം. ഇവിടുത്തെ സുഖങ്ങളെല്ലാം ഒന്ന് വിടണം. അല്ലേലിയ. നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കണം. പ്രൈസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാൻ ഈ സുവിശേഷവുമായിട്ട് ഞാൻ ഈ ദേശത്ത് കടന്നു വന്നിട്ട് കുറെ കാലങ്ങളായി. നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട് ഞാനേ. അല്ലേലിയ. എന്നാൽ ഒരുപാട് ആളുകളുടെ ദൈവിക സന്ദേശം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, സത്യവചനത്തെക്കുറിച്ച് യഥാർത്ഥമായി പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, നിത്യജീവനെ കുറിച്ച്, യേശു തരുന്ന സമാധാനത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, യേശുവിന്റെ മനസ്സിനെ കുറിച്ച്, നിത്യജീവനെ കുറിച്ചുള്ള ഈ സുവിശേഷം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മോട് വളരെ ഇറച്ചുകൾ തോന്നും. നമ്മളെക്കുറിച്ച് വളരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാകും. അല്ലേരി. ഒരുപാട് അപവാദങ്ങൾ. നമ്മൾ സുവിശേഷം പറയുക ചെയ്യും. നമ്മുടെ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം പറയുക, യേശുവിനെ കുറിച്ച് പറയുക, യേശുവിനെ കുറിച്ചും യേശുവിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച്, അവൻ തരുന്ന അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്തോ വലിയ പാപം ചെയ്തതുപോലെ നമ്മളെക്കുറിച്ച് ജനം വ്യാഖ്യാനിക്കുന്നു പറയുന്നതും. അവന്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അല്ലേരിയ, അത് ഇന്നും താറുമാറായി കിടക്കുകയാണ്. പ്രൈസലോ. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ കുടുംബത്തിന്റെ ശാപമുണ്ടല്ലോ, നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാതെ നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. ഒരുപാട് ദുർഭൂത ശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തെ അടക്കി വാണുകൊണ്ടിരിക്കുകയാണ്.
നീ എത്രമാത്രം ഉയരാൻ ശ്രമിച്ചാലും എത്രമാത്രം നന്നാകാൻ ശ്രമിച്ചാലും നിനക്ക് ഒരു മോചനമില്ലാതെ പലപ്പോഴും നല്ല നിലയിൽ നല്ലൊരു നിലയിൽ ജീവിക്കണം നീ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കഴിയാതെ നീ എന്നും വേദന അനുഭവിക്കുന്നവളാണ്. നാളെ നിന്റെ ദുഃഖം മാറും, മറ്റന്നാൾ മാറുമെന്ന് ഓർത്തോർത്ത് എത്രയോ കാലങ്ങളായി നീ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് ഇന്ന് സമാധാനമുണ്ടോ? കരയുന്ന ആ മനസ്സല്ലേ നിനക്ക് ഇന്നുള്ളത്? അല്ലേലിയ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളല്ലേ നിന്റെ ജീവിതത്തിൽ? എന്നും നിനക്ക് പരാതികളും പരിഭവങ്ങളും അല്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇന്നും നീ ദൈവഭവനത്തിന്റെ മകളായി മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അവർ ദൈവമക്കളാണ് അധികാരം തരുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മകളായി മാറുമ്പോൾ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. എന്തോ ജീവിതമാ? വിശുദ്ധ ജീവിതം. അശുദ്ധിയെ മുഴുവൻ നീക്കിക്കളയണം. ഹല്ലേലൂയ. അശുദ്ധിയെ മുഴുവൻ നീക്കിക്കളയണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വിഗ്രഹങ്ങളോട് അകന്നു നിൽക്കുക. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 6-ാം അധ്യായം 14 തൊട്ട് 18 വരെ വാക്യങ്ങൾ വായിക്കണം. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയിലപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പൊ മുകളിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി, ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമായി നിന്റെ ശരീരത്തെ നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ നിർജീവമായതെല്ലാം നിന്റെ ഉള്ളിൽ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ജീവനുള്ള ആലയമായി മാറിക്കഴിയുമ്പോൾ നിന്റെ മേൽ ഭൂതങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് അവിശ്വാസിയോട് നീ ഇണയില്ലാപ്പിണ കൂടരുത്. ഹല്ലേലൂയ. ദൈവമില്ലാത്തവനോട് നീ കൂട്ടം കൂടി നടക്കരുത്. 2ാമത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. 3ാമത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 3ാമത് വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്തോഹരിയ. അപ്പൊ എല്ലാത്തിനും വേർപെട്ട് നിൽക്കണം. എന്നിട്ട് പറയണം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് അരുളിച്ചത്. അപ്പൊ ലോകത്തെ നീ വിടണം, ലോകമോഹങ്ങളെ വിടണം, ലോകത്തിന്റെ ഇഷ്ടങ്ങളെ വിട്ടിട്ട് മടങ്ങി വന്ന് യേശു ക്രിസ്തുവിന്റെ മകളായി മാറുമ്പോൾ യേശു നിന്നിൽ വസിക്കുകയും നിന്റെ ഇടയിൽ നടക്കുകയും ചെയ്യും. നിങ്ങൾ അവന് മക്കളും. ആമേൻ. കർത്താവ് നമുക്ക് ദൈവമായി മാറും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിന് കർത്താവ് ചെയ്യുന്നു. ലോകത്തിൽ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നീ മാറി നിൽക്കണം. ആരുടെയും കുറ്റങ്ങളും കുറവുകളും പറയാൻ നീ പോകരുത്. ആരുടെയും കുറ്റങ്ങളും കുറവ് കണ്ടുപിടിക്കാൻ പോകരുത്. ആരെക്കുറിച്ചും പരിഹാസത്തിന്റെ വാക്കുകൾ പറയാൻ പോകരുത്. ആരുടെയും നല്ല കൂടെ കൂടിയെന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏഷണികൾ പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കണം. ഹല്ലേലൂയ. ഈ ഏഷണി നുണയും പറയുന്നവരുടെ ഇടയിൽ നീ വേർപെട്ടിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ആരെക്കുറിച്ചും കുറ്റം പറയാൻ നിൽക്കരുത്, ആരെക്കുറിച്ചും ഏഷണി പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അശുദ്ധമായത് ഒന്നും തുടരുത്. ഈ ഭൂമി ദൈവത്തിന്റെ ഇഷ്ടത്തിനും വചനത്തിന് വചനപ്രകാരം അല്ലാത്തതെല്ലാം അശുദ്ധമാണ്. ഹല്ലേലൂയ. അശുദ്ധമായതിനെ തുടരുത്. അത് അശുദ്ധമായതിനെ തുടരുന്ന് പറയുമ്പം അത് ഭക്ഷണ രീതിയിലായിരുന്നാലും ജീവിതം കൊണ്ടായിരുന്നാലും അശുദ്ധമായതിനെ തുടരുത്. ഹല്ലേലൂയ. വിശുദ്ധമായത്. അശുദ്ധം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതെല്ലാം അശുദ്ധമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നതല്ല അശുദ്ധമാണ്. അതിനെ നിങ്ങൾ തുടരുതെന്നാണ്. അവിഹിതമായ ബന്ധങ്ങളൊന്നും പാടില്ല, അവിഹിതമായ ജീവിതമൊന്നും പാടില്ല, ദൈവം വെറുക്കുന്ന പാപങ്ങളൊന്നും പാടില്ല. അശുദ്ധമായതിനെ നിങ്ങൾ തുടരുത് പറയുമ്പോൾ എല്ലാത്തിലും നിങ്ങൾ വേർപാട് പാലിക്കണം. അശുദ്ധമായതിനും തുടരുത്. ഹല്ലേലൂയ എന്ന് കർത്താവ് പറയുക. സ്തോത്രം. ഹല്ലേലൂയ.
എന്നിട്ട് പറയാ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും, സർവശക്തനായ കർത്താവല്ല ചെയ്യുക. അല്ലേ? അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപാട് പാലിക്കണം. അല്ലേലിയ. വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലേലിയ. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എങ്ങും നിനക്ക് ഉയർച്ചയില്ല. നിനക്ക് ഇനി പോട്ടെ ഇട്ടുമൂടാൻ പണമുണ്ട്, കോടാനുകോടി രൂപയുടെ സമ്പത്ത് നിനക്ക്, നീ വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവനാണെങ്കിലും ഉൾപ്പെട്ടവളാണെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടോ? അല്ലേലിയ. നിനക്ക് നല്ല ജോലിയുണ്ട്, ജീവിക്കാൻ നല്ല കഴിവും പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിനക്ക് നല്ല അറിവുണ്ട്, ജ്ഞാനമുണ്ടെന്നുള്ള സൗന്ദര്യമൊക്കെ ഉണ്ട് നിനക്ക്. പക്ഷെ നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? അല്ലേലിയ. നിന്റെ ഭവനത്തിൽ സമാധാനമുണ്ടോ? ഒരു നേരമെങ്കിലും സന്തോഷത്തോടുകൂടി നിനക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നല്ലവണ്ണം ഒരു ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേലിയ. നല്ല മനസ്സോടുകൂടി ഒരു മണിക്കൂറെങ്കിലും നിനക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ഇല്ലാത്ത എത്രയോ ആയിരങ്ങൾ. അല്ലേലിയ. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ബലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേദനയോടെ ഞങ്ങൾ പറയട്ടെ, ഈ ലോകത്തുള്ള സകല മനുഷ്യരും പലവിധമായ പ്രശ്നങ്ങളില്ല. ആ പ്രശ്നങ്ങളെ നടുവിൽ നിനക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ അല്ലേലിയ നീ ദൈവത്തെ അറിയണം. അപ്പൊ ദൈവത്തിന്റെ വചനം, ആമേൻ, പിശാചുക്കളെ തുരത്തുന്ന അധികാരം നിങ്ങൾക്കുണ്ട്. പിശാചിനെ തുരത്തുന്ന അധികാരം നിങ്ങൾക്കുണ്ട്. അല്ലേലിയ. അവിടെ ലൂക്കോസ് സുവിശേഷം 10-19 പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കണ്ടു? പാമ്പുകളെയും തേളുകളെയും. പാമ്പ് എന്ന് പറയുന്ന സർപ്പം, അത് സാത്താന്റെ നിഴലാണ്. സാത്താന്റെ നിഴലാണ് സർപ്പം എന്ന് പറയുന്നത്. പാമ്പെന്ന് പറയുന്നത് പിശാചാണ്. അത് സാത്താന്റെ നിഴലാണ്, സാത്താന്റെ തന്ത്രമാണ്. എന്ന് ഏതൻ പറുദീസയിൽ അല്ലേലിയ ദൈവം മനുഷ്യന് പാർക്കുവാൻ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു. ദൈവ കൽപ്പന ലംഘിക്കത്തക്ക നിലയിൽ അല്ലേലിയ പിശാച് സർപ്പരൂപത്തിൽ ഹൗവയെ സമീപിച്ചിട്ട് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുള്ള തന്ത്രപരമായ പ്രലോഭനപരമായ ചോദ്യത്തിന് മുമ്പിൽ ഹൗവ വഴങ്ങിപ്പോയി, വീട് കൊടുത്തു. അല്ലേലിയ. അത് മുഖാന്തരം അവരുടെ ഉള്ളിൽ പാപം പ്രവേശിച്ചു. പാപം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവൾ പാപിയായി ദൈവത്തിന് അകന്നുപോയി. അന്ന് തുടങ്ങിയതാണ് കഷ്ടതകൾ. അല്ലേലിയ. അതുകൊണ്ട് പാമ്പ് എന്ന് പറയുന്ന സർപ്പ പിശാചിനെ നീ ജയിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിൽ യോഹന്നാൻ ഈ ലോകത്തെ നോക്കി വിളിച്ച് സർപ്പസന്തതികളെയും മാനസാന്തരപ്പെട്ട് സുവിശേഷം എന്ന് സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ പാമ്പിന്റെ മക്കളെയും പിശാചിന്റെ മക്കളെ എന്നാ വിളിച്ചത്. അല്ലേലിയ. ഇതൊക്കെ വേറെ പുസ്തകത്തിലുള്ളതാ കേട്ടോ, സർപ്പസന്തതികളെ എന്നുള്ളത്. അതുകൊണ്ട് പാപം നിന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പം എന്ത് ചെയ്യണം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്ന നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മൂന്നാമത്തെ കാര്യം, ഒന്നാമത് എന്താണ്? സകലത്തിന്മേൽ അധികാരം. രണ്ടാമത് എന്താണ്? പിശാചുകളെ തുരത്തുവാൻ അധികാരം. മൂന്നാമത് എന്താണ്? രോഗികളെയും കുഷ്ഠരോഗികളെയും മറ്റു ഇതര രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ രോഗികളെയും കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കുള്ള അധികാരം. നാലാമതായി പിശാചിന്റെ ക്രിയകളെ ബന്ധിക്കുന്നതിനുള്ള അധികാരം. നാലാമത്തെ അധികാരം എന്താണ്? പിശാചിന്റെ ക്രിയകളെ പിശാചിന്റെ തന്ത്രങ്ങളെ ബന്ധിക്കണം. ലേരിയ. അപ്പൊ ഒന്നാമത്തെ അധികാരം എന്താണ്? ദൈവിക വാക്തത്വമാകും വാക്തത്വം. രണ്ടെന്താണ്? പിശാചുകളെ തുരത്തുക. മൂന്നെന്താണ്? രോഗികളുടെ മേൽ അധികാരം. നാലെന്താണ്? പിശാചിന്റെ പ്രവർത്തികളെ ബന്ധിക്കുന്ന അധികാരം. അല്ലെ? അഞ്ചാമതായിട്ട് എന്താണ്? ബന്ധനത്തിൽ വിടിവിക്കപ്പെടുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന അധികാരം. ബന്ധനങ്ങളിൽ വിടിവിക്കപ്പെടുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന അധികാരം. ആറാമതായി പ്രകൃതിന് മേൽ അധികാരം ദൈവം നമുക്ക് തരിക. ആറാമതായിട്ട് പ്രകൃതിന് മേൽ അധികാരം. ഏഴാമതായിട്ട് മരണത്തിന്മേലുള്ള അധികാരം. മരിച്ചവരെ ഉയർപ്പിപ്പീൻ. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ദൈവം നമുക്ക് അധികാരം തരുമ്പോൾ ഈ അധികാരത്തിന് കീഴിൽ നീ യാത്ര ചെയ്യണം. അല്ലേലിയ. അപ്പം ദൈവം നമുക്ക് തരുന്ന അധികാരം മറ്റൊരാൾക്ക് പ്രയോജനമാണ്. അല്ലേലിയ. അപ്പൊ ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്നം നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങിയാണ്. മരിച്ചവരെ ഉയർപ്പിക്കണമെന്നാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ മരണത്തിന്മേൽ പോലും നമുക്ക് അധികാരം.
ഹല്ലേലൂയ. ഈ അധികാരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ശക്തിയോടുകൂടി നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ അധികാരമൊക്കെ നിന്റെ ഭവനത്തിനകത്തും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ഭവന സന്തോഷമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, നിങ്ങളൊരു ദൈവമകൻ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ 7 അധികാരങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ 7 അധികാരം നിങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത് വീണ്ടും പറയുക. അധികാരം നിങ്ങൾ മറന്നുപോകാതിരിക്കും, ഒന്നുകൂടെ ആവർത്തിക്കുക കേട്ടോ. 1, അവന്റെ വാക്തത്വമായിരിക്കുന്ന അധികാരം. 2, പിശാചുകളെ തുരുത്തുള്ള അധികാരം. 3, രോഗികളെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന അധികാരം. 4, പിശാചിന്റെ പ്രവർത്തികളെ ബന്ധിക്കുവാനുള്ള അധികാരം. 5, ബന്ധിക്കപ്പെട്ടവരെ ബന്ധത്തിൽ വിടിവിക്കുവാനുള്ള അധികാരം. 6, പ്രകൃതിനുമേൽ അധികാരം. 7, മരണത്തിന്മേൽ അധികാരം. ഈ അധികാരമാണ് ദൈവം ദൈവമക്കൾക്ക് തരുന്നത്. ഈ അധികാരമുള്ളവൻ പിശാചിനെ ഭയപ്പെടുത്തില്ല. ഈ അധികാരമുള്ളവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈ 7 അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഭൂതത്താൽ നിറയപ്പെടത്തില്ല. ഇതില്ലാതെ പോയതാണ് ഇന്ന് നീ ഭൂതത്തെ ഇറക്കി കിടക്കുന്നത്, നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ. അതുകൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്ന അധികാരം നമുക്ക് തന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, അതുകൊണ്ട് ദൈവവും അവന് ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും മുഴങ്ങാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് ഫിലിപ്പി ലേഖനം 2:9-12 വരെ എഴുതി വെച്ചു. സകലത്തിന്മേൽ അധികാരമുള്ളവൻ യേശു കർത്താവ്. സകലത്തിന്മേൽ അധികാരം, സകലത്തിന്മീതെ ഉന്നതമായ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത്, യേശു മേഘത്തിൽ കയറി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥ ചെയ്യുന്നു. 2000-ലധികം വർഷം കടന്നുപോയിട്ട് 2000 വർഷം കഴിഞ്ഞിട്ട് 2025 ആയിട്ടും ഇന്ന് നമ്മുടെ കർത്താവ് തന്റെ അധികാരം, പിതാവിന്റെ അധികാരം നഷ്ടപ്പെടുത്താതെ പരമാധികാരത്തോടെ തന്റെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അധികാരത്തോടെ മധ്യസ്ഥ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏകയല്ല, നീ ഏകനല്ല. നിന്റെ കണ്ണുനീർ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ വേദനകളെ മാറുന്നൊരു ദിവസമുണ്ട്. അല്ലെ, നീ പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനകലങ്ങി സങ്കടപ്പെട്ടും ഹൃദയവേദനയോടെ ഇരിക്കുന്ന വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ കരഞ്ഞു കണ്ണുമായി രാത്രിയുടെ യാമങ്ങളിൽ നീ പലപ്പോഴും കണ്ണുനീര് തൂക്കുന്ന അനുഭവങ്ങളില്ലേ? ജീവിതത്തിൽ പലപ്പോഴും നീ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളില്ലേ? എല്ലാവരുടെയും നിന്ദകളും അപമാനങ്ങളും പരിഹാസവും നീ ഏൽക്കാറില്ലേ? എന്തെല്ലാം നീ ചെയ്താലും ആ ചെയ്യുന്നതിനകത്തും തൃപ്തിയില്ലാതെ നീ വഴിവെക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അതിന്റെ നടുവിലൊക്കെ ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കും. രക്തം ഹല്ലേലൂയ. നിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് ഒരു മാറ്റം തരുവാൻ. നീ എവിടെല്ലാം നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടോ, എവിടെയെല്ലാം നീ ഒറ്റപ്പെട്ടോ, അവിടെ നിന്നെ നീ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്വന്തം മക്കൾ വലിച്ചെറിഞ്ഞാലും, സ്വന്തം മക്കൾ തള്ളിപ്പറഞ്ഞാലും, നിന്റെ ഉറ്റൊരു ഉടയിൽ നിന്നെ നീക്കിക്കളഞ്ഞാലും, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ സ്നേഹിതർ പോലും നിന്നെ നീക്കി നിർത്തി നിന്നെ ഒറ്റപ്പെടുന്ന സാഹചര്യമാണോ? അതിന്റെ നടുവിൽ ദൈവത്തെ വിടുവിച്ച് എവിടെ നീ തല ഉരിക്കേണ്ടി വന്നോ അതിന്റെ നടുവിൽ നിന്നെ തല ഉയർത്തുവാൻ അധികാരത്തോടുകൂടി, ദൈവിക അധികാരത്തോടെ ദൈവം നിന്നെ നിവർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനൊരൊറ്റ വ്യവസ്ഥയാണ് ദൈവം പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മകനായി മകളായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സങ്കടങ്ങൾ മാറുവാൻ, നിന്റെ സങ്കടങ്ങളെ നീക്കുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിന്റെ കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ ജീവനുള്ള ഒരു ദൈവം നിനക്ക് ആവശ്യമാണ്. ജീവനുള്ള ദൈവത്തിന് മാത്രമേ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയത്തുള്ളൂ. ജീവനുള്ള ദൈവത്തിലേക്ക് വന്ന് നിന്റെ സങ്കടങ്ങൾ നീ പറയുമ്പോൾ, നിന്റെ വേദനകൾ നീ പങ്കുവെക്കുമ്പോൾ, അത് കേൾക്കുവാനും ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഈ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു തന്നോട് കൂടെ ഇരിക്കുവാൻ, അല്ലെ തന്നോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ട, അയക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരത്തോടെ ശിഷ്യന്മാരെ നിയോഗിച്ചതുപോലെ ദൈവം നമ്മെ ചില ശുശ്രൂഷകൾ തന്ന് മാനിച്ച് ഇവിടെ നിർത്തിയിരിക്കുക. കാരണം കടക്കണിയാലല്ലേ നീ കടന്നു പോകുന്നത്. കടത്തിന്മേൽ കടം.
നീ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് രാപകലില്ലാതെ രാത്രിയും പകലും നീ വേല ചെയ്യുന്നുണ്ട്. നീ വേല ചെയ്ത് കിട്ടുന്നു, നിന്റെ കയ്യിലൊരു ബാലൻസ് പോലും ഇല്ലാതെ എന്റെ ഓട്ടസഞ്ചിയിൽ എടുത്തതുപോലല്ല എന്റെ ജീവിതം എന്ന് പറയുന്നത്. നീ എത്രയോ കാലമായി സ്വന്തമായിട്ട് 10 രൂപ സമ്പാദിച്ചൊരു ഒരു ബാലൻസ് ഉണ്ടാക്കാൻ നീ ശ്രമിക്കുന്നു. നീ എത്ര അധ്വാനിച്ചത് നിന്റെ കയ്യിലില്ല, എത്ര നീ പണിയെടുത്താലും നിന്റെ കയ്യിലില്ല. എല്ലുമുറിയെ പണിയെടുത്താലും നിന്റെ ചോര വിയർപ്പാക്കി നീ കഠിനാധ്വാനിച്ചത് നീ ഉണ്ടാക്കുന്ന നന്മകളൊക്കെ കൊള്ള പലിശക്കാരും ബ്ലേഡുകാരും പിടിച്ചുകൊണ്ടുപോകല്ലേ, ബാങ്കുകാരെ തട്ടിയെടുത്തോണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നിന്റെ ജീവിതത്തിന് ഒരു ക്രമീകരണം വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നീ അലഞ്ഞു തിരിഞ്ഞ് സമാധാനമില്ലാതെ ജീവിക്കുക. കണ്ടാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ നിന്നെ കാണുമ്പോഴറിയാം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നൊരു മോചനം നൽകുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിക്ക് നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ കർത്താവിനോട് പറയാം, അപ്പാ എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, യേശുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഞാൻ പല നാളുകൾ പലയിടത്തും മുട്ടി നോക്കി, പലയിടത്തും പോയി നോക്കി, പല മലകളും കയറിയിറങ്ങി, പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി, പലരുടെ സങ്കടങ്ങൾ പറഞ്ഞു പോയി, പല കർമ്മങ്ങളും ഞാൻ ചെയ്തു നോക്കി, പലർക്കും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കഴിച്ചു. എന്നിട്ടൊന്നും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഇന്ന് നീറുന്ന മനസ്സോടെ ഞാൻ ജീവിക്കുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നീ നിന്റെ ഹൃദയത്തിൽ ഉറച്ചു നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. താഴ്ച നമ്മെ ഉയർത്തുന്നവനാ ദൈവം. അതെ, ഇന്ന് പകരം നീ ദൈവസ്ഥലേക്ക് മടങ്ങുക. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ വചനമായി യേശു അടഞ്ഞ സ്വർഗത്തിന്റെ ഭൂമിയിൽ സകലത്തികാരും എനിക്ക് നൽകപ്പെട്ടി. കർത്താവ് ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ജനകഷ്ടതയുടെ സങ്കടം ദുഃഖത്തിന്റെ വിടുവിച്ച് ഒരു സമാധാന ജീവിതം കൊടുക്കണമേ. ശൈശവത്തിന് ബാലിൽ കൗമാരി യുവരത്തിന് വാർത്തൽ വൃത്തരാശന യാചകർ ഓർഫനേജോടെ തടവറയിലായി സകല ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരാജയത്തിന്റെ ഒരു കടന്നുപോകുന്ന കണ്ണുകളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങൾക്ക് ഒരു വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഭൂമിയെ ലോകമ്പാടുള്ള സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനസ്സാന്തരങ്ങൾ ദുഷ്ബോധങ്ങൾ വിടിവിക്കപ്പെടാനായി, ശാപത്തിലും പാപത്തിലും രോഗത്തിലും ബന്ധനങ്ങൾ കിടക്കുന്ന വിടിവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.